First semester degree examination November 2024 കമ്പ്യൂട്ടർ സയൻസിൻ്റെ മൈനറായി വരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പർ ഇൻട്രൊഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ആറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് സെക്ഷൻ എയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ? Quantitative data provides information about quantities. It is the data that can be directly measured and can be written down in numbers. Example, height of students, number of marbles in a jar, etc. അപ്പോൾ ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാനും അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഡാറ്റയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. Qualitative data provides information about qualities. This data cannot be measured directly. Example, number of names of people, gender, nationality, etc. അപ്പോൾ ഡയറക്റ്റ് മെഷർമെൻറ്റ് സാധിക്കാത്ത കാര്യങ്ങളുടെ ഡാറ്റ, അതിനെയാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്. ഡിസ്ക്രൈബ് ഹൗ ടു ക്രിയേറ്റ് എ ലൈൻ ഗ്രാഫ്. എ ലൈൻ ഗ്രാഫ് or line diagram consists of a series of lines. The lines stand on a common baseline with equal gap between one another. The lines may be either horizontal or vertical. The lines are constructed in such a way that their lengths are proportional to the magnitude they represent. അപ്പം ലൈൻ ഡയഗ്രാം അല്ലെങ്കിൽ ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു വൺ ഡയമെൻഷണൽ ഡയഗ്രാമാണ്. ഇവിടെ നമ്മൾ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഡാറ്റ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലൈനുകളുടെ ലെങ്ത്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഡാറ്റ വാല്യൂ എന്താണോ അതിന് പ്രപ്പോർഷണലായിട്ടാണ് നമ്മൾ ലൈനുകളുടെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഈ ലൈനുകളൊക്കെ നമ്മൾ ഒരു ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാം അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് വരയ്ക്കാം. എന്നിട്ട് അവിടെ ഓരോ കാറ്റഗോറിക്കൽ വാല്യൂവിൻ്റെ മുകളിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ വാല്യൂവിൻ്റെ ലെങ്ത്തിലുള്ള അതിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള ലെങ്ത്തിലുള്ള ലൈനുകളാണ് നമ്മളിവിടെ വരയ്ക്കുന്നത്. കാൽക്കുലേറ്റ് ദ മീഡിയൻ ഫോർ ദ ഡാറ്റ സെറ്റ് 7, 3, 5, 9, 2 and 11. അപ്പോൾ നമുക്കൊരു ഡാറ്റ സെറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ മീഡിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ ഡാറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്യണം. അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ അസെൻഡിങ് ഓർഡറിലാണ് ഡാറ്റയെ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ 2, 3, 5, 7, 9 and 11. അപ്പം മീഡിയൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന അറേഞ്ച്ഡ് ഡാറ്റയിലുള്ള മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷനാണ്. അപ്പോൾ നമ്മളൊരു ഫോർമുല വെച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ n ഒബ്സർവേഷൻസ് ആണ് ഉള്ളതെങ്കിൽ മീഡിയൻ വിൽ ബി n+1/2th ഒബ്സർവേഷൻ. അപ്പോൾ ഇവിടെ 6 ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. സോ മീഡിയൻ വിൽ ബി 6+1/2th ഒബ്സർവേഷൻ, ദാറ്റ് ഈസ് 3.5th ഒബ്സർവേഷൻ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 3.5th ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ 3rd ഒബ്സർവേഷൻ പ്ലസ് 4th ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ 2 ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 5 + 7 ഡിവൈഡഡ് ബൈ 2 which is equal to 6. What does the term data cleaning mean? Data cleaning in R means the process of detecting, correcting or removing errors, inconsistencies and unwanted elements from raw data to make it suitable for analysis. അപ്പം ആറിൽ ഡാറ്റ ക്ലീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇറേഴ്സിനെ നമ്മൾ കണ്ടുപിടിക്കുകയും കറക്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. റൈറ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് R for data analysis. R has a wide collection of built-in statistical and graphical packages, making it specially powerful for handling complex statistical methods and producing high-quality data visualizations easily. അപ്പം R എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഇൻബിൽഡ് ആയിട്ടുള്ള പാക്കേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്താൻ. അതിന് പുറമേ നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറെ പാക്കേജുകളും അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡാറ്റ അനാലിസിസും ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, വിഷ്വലൈസേഷൻസ് എല്ലാം നടത്താൻ പറ്റും. What is the purpose of a bar diagram? The purpose of a bar diagram is to visually compare categorical data across different groups or categories. The length or height of each bar is proportional to the value or frequency of the category it represents. ഇപ്പോൾ ഒരു ബാർ ഡയഗ്രാം നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറീസിലുള്ള ഡാറ്റാസിനെ നമ്മൾ കമ്പയർ ചെയ്യാണ്.
അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സെയിൽസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ABCD എന്ന് പറയുന്ന 4 കമ്പനികളുടെ സെയിൽസാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഓരോ സെയിൽസിനെയും, ഓരോ കമ്പനിയുടെ സെയിൽസിനെയും നമ്മൾ ഓരോ ബാർ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ബാറിൻ്റെ ലെങ്ത്ത് നമുക്ക് ആ വാല്യൂവിന് പ്രപ്പോർഷണലായിട്ട് ഉള്ള ലെങ്ത്തിലാണ് നമ്മൾ ബാറുകൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കണ്ടാൽ നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ സൗകര്യമായിരിക്കും. Explain a pie chart. Pie chart or pie diagram is a two-dimensional diagram. Here, the magnitude of the given observations are represented by the area of the diagram. Pie diagrams are used when the total and the subdivisions are shown together. The total is shown by means of a circle and the divisions by sectors of the circle. അപ്പോൾ പൈ ഡയഗ്രാം ഒരു 2-dimensional ഡയഗ്രാമാണ് വിച്ച് ഈസ് ഡ്രോൺ ഇൻ ദ ഫോം ഓഫ് എ സർക്കിൾ. ഒരു സർക്കിൾ വരച്ച് ആൻഡ് ഡാറ്റ വാല്യൂസിനെ സർക്കിളിൻ്റെ സെക്ടറുകളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പൈ ഡയഗ്രത്തിൽ ഉപയോഗിക്കുന്നത്. ഡിഫൈൻ ഡിസ്ക്രീറ്റ് ഡാറ്റ. Discrete data is a type of quantitative data that can take only particular values such as integer values. Example, number of students studying in a class, number of marbles in a jar, etc. അപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതായത് ന്യൂമറിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന, ഡയറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ഡാറ്റയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഡിസ്ക്രീറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ ഡിസ്ക്രീറ്റ് ഡാറ്റയിൽ വാല്യൂസിന് ഇൻറ്റിജർ വാല്യൂസാണ് എടുക്കാൻ സാധിക്കുന്നത്. അതായത് കൗണ്ട് ഓഫ് ദി ഐറ്റംസ്, എണ്ണങ്ങളെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യാനാണ് സാധാരണയായിട്ട് ഡിസ്ക്രീറ്റ് ഡാറ്റ ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് എ ഡാറ്റ ഫ്രെയിം ഇൻ ആർ? Data frames are two-dimensional tabular data objects in R programming. Data frames consist of multiple columns and each column represents a vector. Columns in data frame can have different data types unlike matrices. Data frames can be created using data.frame function. ഇപ്പോൾ ഡാറ്റ ഫ്രെയിം എന്ന് പറയുന്നത് ഒരു 2-dimensional ഓബ്ജക്റ്റാണ് ആർ പ്രോഗ്രാമിങ്ങിലുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കോളംസ് ഉണ്ട്. അപ്പോൾ ഡാറ്റ ഫ്രെയിമിൻ്റെ പ്രത്യേകത, ഈ ഓരോ കോളംസും ഓരോ ഡാറ്റ ടൈപ്പുകളെ റെപ്രസെൻ്റ് ചെയ്യാം. എല്ലാം ഒരേ ഡാറ്റ ടൈപ്പുകൾ ആവണമെന്നില്ല. അതായത് ഒരേ ഡാറ്റ ടൈപ്പുള്ള ഒരു 2-dimensional ഇതിന് നമുക്ക് മെട്രിക്സ് എന്ന് പറയും. ഇത് മെട്രിക്സ് അല്ലാതെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓരോ കോളവും ഓരോ ഡാറ്റ ടൈപ്പുകളെ മനസ്സിൽ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. അടുത്തത് ഡിഫൈൻ പിക്ടോഗ്രാം. Pictograms are diagrams which uses icons, images or symbols arranged in a flat plane to represent data. അപ്പം വളരെ സിമ്പിളായിട്ട് ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ പിക്ചേഴ്സും ഐക്കൺസും വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റയെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിളുകളിൽ കാറിൻ്റെ സെയിൽസാണ് ഓരോ വർഷങ്ങളുടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഓരോ കാറിൻ്റെ ഐക്കണും 10 കാറുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 6 കാറിൻ്റെ ഐക്കണുകൾ കൊടുത്താൽ 60 കാറുകളുടെ സെയിൽസാണ് 2024 നടന്നത് നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പം 8 ഐക്കണുകളാണ് ആ കാറിൻ്റെ വന്നത്, 80 കാറുകളുടെ നമ്മളുടെ സെയിൽസ് നടന്നിരിക്കുന്നു എന്നും, 5 കാറുകളുടെ ഐക്കൺ കൊടുത്താൽ 50 കാറുകളുടെ സെയിൽസ് നടന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാറ്റ വിഷ്വലൈസേഷൻ. Data visualization is an important step in data analysis since it helps to simplify the complex data to make it easy to interpret and understand. Graphs, charts, and plots condense the complex information into easily understandable visual format. Data visualization reveals trends and patterns in the data that is difficult to detect in raw data and hence support decision making. It is an effective way to communicate insights and findings with both technical and non-technical audience. Data visualization can be used to tell a story with data, making it more reliable and memorable. ഇപ്പോൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡയഗ്രാംസും ഗ്രാഫ്സും ഒക്കെ വെച്ചിട്ടുള്ള ഡാറ്റേനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ ഒരു റോ ഡാറ്റ കൊണ്ട് പറയാവുന്നതിനെക്കാട്ടും കൂടുതലായിട്ട് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രൂപത്തിൽ കോംപ്ലക്സ് ഡാറ്റേനെ നമുക്കൊരു ഗ്രാഫിലൂടെയോ ഡയഗ്രത്തിലൂടെയോ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് പുറമെ അതിലുള്ള ട്രെൻഡുകളും പാറ്റേണുകളും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനും ഗ്രാഫ്സും ഡയഗ്രാംസും സഹായിക്കും. അപ്പോൾ ടെക്നിക്കലായിട്ടും നോൺ ടെക്നിക്കലായിട്ടുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരേപോലെ
പോലെ മനസ്സിലാക്കാൻ നമുക്ക് ഗ്രാഫുകളും ഡയഗ്രങ്ങളും അതായത് ഡാറ്റ വിഷ്വലൈസേഷൻ കൊണ്ട് സാധിക്കുന്നതാണ്. Explain the steps to import data from Excel into R. Base R cannot directly read Excel files. We need to install and load packages like Read Excel. Install the package Read Excel using install.packages function and load the package using the library function. അപ്പോൾ ആർ എന്ന് പറഞ്ഞതിൻ്റെ ബേസായിട്ടുള്ള ആർ പ്രോഗ്രാമിങ്ങിൽ നമുക്ക് ഡയറക്റ്റായിട്ട് എക്സലിൽ നിന്ന് ഫയലുകൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫങ്ഷനുകൾ അവൈലബിൾ അല്ല. പക്ഷേ ആറിൽ ഒരുപാട് പാക്കേജുകൾ അവൈലബിൾ ആണ് കുറേ അനാലിസിസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കൂട്ടത്തിൽ ഉള്ള ചില പാക്കേജുകളിൽ നിന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സൽ ഫയലുകളിൽ നിന്ന് നമുക്ക് ആറിലേക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഫയലാണ് റീഡ് എക്സൽ. അപ്പോൾ റീഡ് എക്സൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പാക്കേജിലുള്ളൊരു ഫയലായതുകൊണ്ട് തന്നെ അത്തരം പാക്കേജിനെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ ആറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് install.packages റീഡ് എക്സൽ എന്ന് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ റീഡ് എക്സൽ എന്ന് പറയുന്ന പാക്കേജ് നമ്മൾ ആറിലേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പാക്കേജിൽ നിന്ന് അത് ലോഡാവാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈബ്രറി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ലൈബ്രറി റീഡ് എക്സൽ. അപ്പോൾ റീഡ് എക്സൽ എന്ന് പറഞ്ഞ പാക്കേജ് നമ്മൾ ലോഡാക്കിയിരിക്കുന്നു. ഇനിയാണ് read_excel എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യൂസ് ദ read_excel ഫംഗ്ഷൻ ഫ്രം ദ റീഡ് എക്സൽ പാക്കേജ് ടു റീഡ് ദ എക്സൽ ഫയൽ. അപ്പം read_excel എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് നമ്മൾ എടുത്തിരിക്കുന്നത് റീഡ് എക്സൽ എന്ന് പറയുന്ന പാക്കേജിൽ നിന്നാണ്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സൽ ഫയലുകളെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റീഡ് എക്സൽ പാക്കേജിൻ്റെ പ്രത്യേകത, ഈ റീഡ് എക്സൽ പാക്കേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫയൽ അത് ഓൾറെഡി നമ്മൾ വർക്കിംഗ് ഡയറക്ടറിയിൽ തന്നെ സേവ് ചെയ്ത ഫയലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് read_excel ഫയൽ നെയിം എന്ന് കൊടുത്താൽ മതി. നേരെ മറിച്ചിട്ട് അത് നമ്മൾ വർക്കിംഗ് ഡയറക്ടറിയിലല്ല സേവ് ചെയ്തത്, മറ്റൊരു ഫോൾഡറിലാണ്, പുറമേ ഉള്ളൊരു ഫോൾഡറിലാണ് സേവ് ചെയ്തതെങ്കിൽ നമ്മൾ ആ ഫോൾഡറിലേക്കുള്ള ഫയലിൻ്റെ പാത്ത് കൂടി read_excel എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് അതുകൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടി വരും. If the Excel files are stored in the working directory, then we can directly use the read_excel function with the argument as the file name. But instead, if the Excel file is stored in some other folder, then we will have to specify the path of the folder also inside the read_excel function. അപ്പോൾ ഞാൻ ഡാറ്റയിലേക്ക് എക്സൽ ഫയൽ നെയിം .xls അതിൽ ഡാറ്റ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ഡാറ്റ അസൈൻ ചെയ്യുന്നു read_excel ഫയൽ നെയിം .xls. അപ്പോൾ ഈ ഫയൽ നെയിം .xls എന്ന് പറയുന്ന ഫയൽ വർക്കിംഗ് ഡയറക്ടറിയിൽ തന്നെയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പുറമേ ഉള്ളൊരു ഡയറക്ടറി കാണിച്ചാൽ ഡാറ്റയിലേക്ക് ഞാൻ അസൈൻ ചെയ്യാൻ പോകുന്നത് read_excel ഫയൽ പാത്ത് /ഫയൽ നെയിം .xls. അങ്ങനെ വേണം നമ്മൾ ഡാറ്റേനെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, distinguish between grouped and ungrouped frequency distribution. A frequency distribution is an orderly arrangement of data classified according to the magnitude of the observations, and the observations are written along with their frequencies. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റേനെ ഒരു അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ്. അവിടെ നമ്മൾ ഡാറ്റേനെ അവരുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഓരോ ഒബ്സർവേഷനും അല്ലെങ്കിൽ ഓരോ ഡാറ്റ വാല്യൂസ് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, അതായത് അതിൻ്റെ ഫ്രീക്വൻസി കൂടി അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാക്കുന്നത്. There are two types of frequency distribution: discrete or ungrouped frequency distribution and continuous or grouped frequency distribution. Discrete or ungrouped frequency distribution, in discrete or ungrouped frequency distribution, the exact measurements of the various items are shown. Frequency relating to such measurements are shown against them. അപ്പം ഒരു ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ അൺഗ്രൂപ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളെ ഡാറ്റ വാല്യൂസ് അതവിടെ കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ ഫ്രീക്വൻസികളും കൊടുത്തിട്ടുണ്ടാവും. അതായത് ഓരോ ഡാറ്റ വാല്യൂവും എത്ര പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഫ്രീക്വൻസീസ് പറഞ്ഞു തരുന്നത്.
In continuous or grouped frequency distribution, the measurements are expressed in the form of classes and the corresponding frequencies are also shown against the classes. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റയിൽ മാർക്സ് ആണ്, അതിനെ ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 0 to 10 എന്നാണ് ആദ്യത്തെ ക്ലാസ്. അവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അതായത് അതിൻ്റെ ഫ്രീക്വൻസിയാണ് അത് കാണിച്ചു തരുന്നത്, 12 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി അടുത്ത ക്ലാസ് 10 to 20, അതിൻ്റെ ഫ്രീക്വൻസി 8 എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ ക്ലാസ്സുകളായിട്ട് ഡാറ്റയെ തിരിച്ചിരിക്കുന്നു ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഗ്രാഫ്സ് യൂസ്ഡ് ഇൻ ഡാറ്റ അനാലിസിസ്. Graphs are statistical devices which can be used for representing frequency distribution or the relation between two variables. അപ്പം നമ്മൾ ഗ്രാഫ്സ് ഉപയോഗിക്കുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുകളെ റെപ്രസെൻ്റ് ചെയ്യാനോ അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്സിനെ കാണിക്കാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. ദി ആർ ഹിസ്റ്റോഗ്രാംസ്, frequency polygon, frequency curves, cumulative frequency curves or ogives. Histogram. A histogram is a graphical representation of a frequency distribution using adjoining bars. The width of each bar is proportional to the class interval and the height is proportional to the frequency or frequency density when the class widths are unequal. Class limits are taken on the x-axis and frequency on the y-axis. Histograms may have equal or unequal class widths. For unequal class widths use frequency density. Frequency density is frequency divided by class width. അപ്പം ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ ഡാറ്റയെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബാറുകൾ വെച്ചിട്ടാണ്. അതായത് ഇവിടെ ഓരോ ബാറിൻ്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ ക്ലാസ് ഇൻ്റർവെല്ലും അതിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഫ്രീക്വൻസിയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാറുകൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്ന ഡാറ്റ ഈക്വൽ ക്ലാസ് ഇൻ്റർവെലുള്ള ഡാറ്റയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ഹൈറ്റായിട്ട് ഉപയോഗിക്കും. എന്നാൽ അൺഈക്വൽ ക്ലാസ് ഇൻ്റർവെലുള്ള ഡാറ്റയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി ഡെൻസിറ്റിയാണ് ഹൈറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ ക്ലാസ് വിഡ്ത്ത് ചെയ്താൽ കിട്ടുന്നതാണ് ഫ്രീക്വൻസി ഡെൻസിറ്റി. അടുത്തത് ഫ്രീക്വൻസി പോളിഗൺ. A frequency polygon is formed by joining the midpoints of the tops of the histogram bars with straight lines. Alternatively, plot class midpoints against frequencies directly and join the points with straight lines. The polygon is completed by joining the ends to the x-axis to form a closed shape. ഇപ്പോൾ ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. നമ്മൾ ഗിവൺ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കാം. എന്നിട്ട് ഹിസ്റ്റോഗ്രാം ബാറുകളുടെ ടോപ്പ് പോർഷൻ്റെ മിഡ് പോയിൻറ്റുകളെ നമ്മൾ സ്ട്രെയിറ്റ് ലൈനുകൾ കൊണ്ട് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു ഫ്രീക്വൻസി പോളിഗൺ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഓരോ ക്ലാസ്സുകളുടെയും മിഡ് പോയിൻറ്റിനെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആയിട്ട് പ്ലോട്ട് ചെയ്ത് കിട്ടുന്ന പോയിൻറ്റുകൾ അവരെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് യോജിപ്പിച്ചിട്ടും നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ നമുക്ക് ഡ്രോ ചെയ്യാം. അടുത്തത് ഫ്രീക്വൻസി കർവ് ആണ്. എ ഫ്രീക്വൻസി കർവ് ഇസ് എ സ്മൂത്ത് കർവ് റെപ്രസെൻറ്റിംഗ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എ സ്മൂത്തർ വേർഷൻ ഓഫ് ദി ഫ്രീക്വൻസി പോളിഗൺ. ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ജോയിനിങ് ക്ലാസ് മിഡ് പോയിൻറ്റ്സ് smoothly or by smoothing the midpoints of a histogram bars. Frequency curves give a more realistic continuous impression of the distribution. ഇപ്പോൾ ഫ്രീക്വൻസി കർവ് വരയ്ക്കുന്ന പ്രോസസ്സ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുന്നതിന് സിമിലറാണ്. ഫ്രീക്വൻസി പോളിഗണിൽ നമ്മൾ പോയിൻറ്റുകൾ കിട്ടിയിട്ട് നമ്മൾ അവരെ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ടാണ് യോജിപ്പിച്ചതെങ്കിൽ ഫ്രീക്വൻസി കർവിൽ നമ്മൾ പോയിൻറ്റുകളെ സ്മൂത്ത് കർവ് കൊണ്ടാണ് യോജിപ്പിക്കുന്നത്. അടുത്തത് cumulative frequency curves or ogives. Ogives represent cumulative frequency distributions. There are two types of ogives. One is less than ogive. Less than ogive വരയ്ക്കുന്നത് by plotting the upper limits of the classes or upper class limits on the x-axis against the less than cumulative frequencies and joining the points smoothly. അതുമാതിരി മോർ ദാൻ ഒജീവ് കിട്ടുന്നത് ബൈ പ്ലോട്ടിംഗ് ദ ലോവർ ക്ലാസ് ലിമിറ്റ്സ് ഓൺ ദ എക്സ് ആക്സിസ് എഗെയിൻസ്റ്റ് ദ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആൻഡ് ജോയിനിങ് ദ പോയിൻറ്റ്സ് സ്മൂത്ത്ലി.
അപ്പം നമുക്ക് രണ്ട് ഒജീവുകളുണ്ട്. ലെസ് ദാൻ ഒജീവ് വരയ്ക്കുന്നത് അപ്പർ ക്ലാസ് ലിമിറ്റ്സിനെയും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിൻ്റെ പോയിന്റുകളെ പ്ലോട്ട് ചെയ്തിട്ട് സ്മൂത്ത് കർവ് കൊണ്ട് യോജിപ്പിച്ചിട്ടും, മോർ ദാൻ ഒജീവ് വരയ്ക്കുന്നത് ലോവർ ലിമിറ്റ്സ് ഓഫ് ദ ക്ലാസസിനെയും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികളെ പ്ലോട്ട് ചെയ്ത പോയിന്റുകളെ നമ്മൾ സ്മൂത്ത് കർവ് കൊണ്ട് യോജിപ്പിച്ചിട്ടുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലിസ്റ്റ് ദ മെറിറ്റ്സ് ഓഫ് അരിത്മെറ്റിക് മീൻ. First one is, it is simple to understand and easy to calculate. It is straightforward and can be easily computed, especially for small data sets. Second one is, it is rigidly defined. It has a fixed and definite value, not influenced by personal judgment. Third one is, it is based on all observations. Every value in the data contributes to the mean, making it a true representative measure. Next is, it is capable of further mathematical treatment. The combined arithmetic mean or of two or more data sets can be calculated. And it has sampling stability, less affected by fluctuations in sampling, hence reliable for large data sets. Another question, explain how to use conditional statements in R. Conditional statements in R are used to execute specific blocks of code based on certain conditions. They allow you to control the flow of your program and make decisions based on the data. അപ്പോൾ നമ്മൾ ഒരു കണ്ടീഷൻ്റെ ബേസിൽ നമ്മൾ എഴുതുന്ന ഒരു സെറ്റ് ഓഫ് കോഡുകളാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടൈപ്സ് ഓഫ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, used to execute a block of code if a certain condition is true. അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഇഫ് എ കണ്ടീഷൻ ഇസ് ട്രൂ, പിന്നെ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ദെൻ വിൽ ഡു ദിസ്, ദെൻ വി വിൽ എക്സിക്യൂട്ട് ദിസ് കോഡ്. അതാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഇഫ് കണ്ടീഷൻ അല്ലേ, ഇഫ് കണ്ടീഷൻ, ദെൻ നമ്മൾ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്, ദെൻ അതിൻ്റെ ഉള്ളിൽ കോഡ് ടു എക്സിക്യൂട്ട് അത് എഴുതും. ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ, ദെൻ ഇതിനെ നമ്മൾ ബ്രാക്കറ്റിനെ നമ്മൾ ക്ലോസ് ചെയ്യും. എക്സാമ്പിൾ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 പ്രിൻറ്റ് എക്സ് ഇസ് എ പോസിറ്റീവ് നമ്പർ, ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ടതാണ്, പ്രിൻറ്റ് ചെയ്യേണ്ടതാണ് എക്സ് ഇസ് എ പോസിറ്റീവ് നമ്പർ എന്നുള്ള കാര്യം. നെക്സ്റ്റ് ഇസ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, യൂസ് ടു എക്സിക്യൂട്ട് വൺ ബ്ലോക്ക് ഓഫ് കോഡ് ഇഫ് ദ കണ്ടീഷൻ ഇസ് ട്രൂ ആൻഡ് അനദർ ബ്ലോക്ക് ഇഫ് ദ കണ്ടീഷൻ ഇസ് ഫാൾസ്. അപ്പോൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് ആ കണ്ടീഷൻ ട്രൂ ആയുള്ള കാര്യവും, എൽസിന് ശേഷം നമ്മൾ എഴുതാൻ പോകുന്നത് ആ കണ്ടീഷൻ ഫാൾസ് ആയി വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. എക്സാമ്പിൾ, ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രിൻറ്റ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 5. എൽസ്, അപ്പോൾ അത് ഫാൾസ് ആവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രിൻറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നെക്സ്റ്റ് ഇസ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, used to check multiple conditions and execute different blocks of code based on the conditions. അതായത് ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 പ്രിൻറ്റ് പോസിറ്റീവ് നമ്പർ. അത് കഴിഞ്ഞു എൽസ് ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 പ്രിൻറ്റ് നെഗറ്റീവ് നമ്പർ. എൽസ് ഇതൊന്നും അല്ലെങ്കിൽ പ്രിൻറ്റ് 0. അപ്പോൾ ഇത്തരം മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇഫ് എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. അടുത്തത് വെക്ടറൈസ്ഡ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ്. ഇറ്റ് അപ്ലൈസ് കണ്ടീഷണൽ ലോജിക് ടു വെക്ടേഴ്സ്. എക്സാമ്പിൾ, നമ്മൾ എക്സിലേക്ക് ഒരു വെക്ടർ അസൈൻ ചെയ്യാണ്, C1 2 3 4 5. അതായത് 1 2 3 4 5 എന്ന് പറയുന്ന ഒരു വെക്ടറിനെയാണ് ഞാൻ എക്സിലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ വൈയിലേക്ക് അസൈൻ ചെയ്യുന്നത് ഇഫ് എൽസ് കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പോൾ വൈയിലേക്ക് ഞാൻ അസൈൻ ചെയ്യുന്നു ഇഫ് എൽസ് എക്സ് ഗ്രേറ്റർ ദാൻ 3, ഗ്രേറ്റർ ദാൻ 3, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അതായത് നമ്മൾ എക്സിൽ വാല്യൂ ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ, വൈ ഇസ് ഓൾസോ എ വെക്റ്റർ, അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണ് ഉള്ളതെങ്കിൽ ഗ്രേറ്റർ ദാൻ 3 എന്ന് വൈയിലേക്ക് ആ ഒരു സ്ട്രിങ് ആണ് അവിടെ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ, അതായത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ വൈയിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന എലിമെൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
Differentiate between primary data and secondary data. Primary data. Primary data are those collected by the investigator himself for the first time for a specific purpose, and hence they are original in character. It is a first hand data. അതായത് ഒരു ഇൻവെസ്റ്റിഗേറ്റർ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കളക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റ, അതായത് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. For example, if the investigator wants to get some information about the wages of workers of a factory, he can visit the workers' colony and get his information by contacting every worker by inquiring about the wages. This first-hand information is the primary data. Methods of collecting primary data are through ഡയറക്റ്റ് പേഴ്സണൽ ഇൻവെസ്റ്റിഗേഷൻ, നേരിട്ട് ചെന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട്. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, അതായത് മറ്റൊരാളോട് ചെന്നിട്ട് വിവരങ്ങൾ ചോദിച്ചിട്ട്. ടെലിഫോൺ ഇൻ്റർവ്യൂയിങ് യൂസിങ് ലോക്കൽ കറസ്പോണ്ടൻസ് യൂസിങ് ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്. ഈ സെക്കൻഡറി ഡാറ്റ. Secondary data are the data collected by someone else for his purpose and is utilized by the investigator for his study. The collection of secondary data has the advantage of being less time consuming and less expensive. ഇപ്പോൾ മറ്റാരോ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ ഇൻവെസ്റ്റിഗേറ്റർ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ഫ്രം പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ് സോഴ്സസ്. ഏതൊക്കെയാണ് അതിൻ്റെ സോഴ്സസ് എന്ന് നോക്കാം. ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്റ്സ്. Official publications of the foreign governments and international bodies like UNO and its subordinate bodies. Records and publications of banks, corporate associations, etc. Records submitted by economists, research scholars, etc. നമുക്ക് സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Briefly explain the different measures of central tendency. Measures of central tendency or averages are single representative values which represents a large number of numerical values. It can be considered as a central value around which all other values in the data cluster. ഇപ്പോൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ വാല്യൂ ആണ്. ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ് ആർ arithmetic mean, geometric mean, harmonic mean, median and mode. ആദ്യം നമുക്ക് arithmetic mean നോക്കാം. Arithmetic mean is defined as sum of the observations divided by the number of observations. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ arithmetic mean ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഒബ്സർവേഷനും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ നമ്പർ. Arithmetic mean in raw data. If there are n observations in the data, then the arithmetic mean is given by x bar is equal to summation x divided by n. Arithmetic mean in discrete data. If x denotes the data values and f denotes the frequencies, then the arithmetic mean is given by x bar is equal to summation xf divided by capital N, where capital N is equal to total frequency or summation f. Arithmetic mean in continuous series. ഇവിടെയും arithmetic meanൻ്റെ ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് എഫ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. ഇവിടെ എക്സ് എടുക്കുന്നത് നമ്മൾ മിഡ് വാല്യൂസ് ഓഫ് ദ ക്ലാസ്സസ് ആണ്. ആൻഡ് എഫ് ഇസ് ദ ഫ്രീക്വൻസി, ക്യാപിറ്റൽ എൻ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഓർ ടോട്ടൽ ഫ്രീക്വൻസി. അടുത്തത് ജോമെട്രിക് മീൻ. Geometric mean of n observations is defined as nth root of the product of the observations. അങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് മീനിനെ ഡിഫൈൻ ചെയ്യുന്നത്, nth റൂട്ട് ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻസ്. ഇനി നമുക്ക് ഫോർമുലയായിട്ട് പറയുമ്പോൾ ജോമെട്രിക് മീൻ ഇൻ റോ ഡാറ്റ. ഇപ്പോൾ എക്സ് വാല്യൂസ് മാത്രമുള്ള ഡാറ്റയാണെങ്കിൽ ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സമ്മേഷൻ ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എൻ. ജോമെട്രിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് ഇസ് ആൻറ്റി ലോഗ് ഓഫ് summation f into log x divided by capital N, where capital N is the total frequency and x is the data values, f is the frequencies. In geometric mean in continuous series, geometric mean is equal to antilog of summation f into log x divided by capital N. സെയിം ഫോർമുല തന്നെയാണ് ഡിസ്ക്രീറ്റ് കേസിലും കണ്ടിന്യൂസ് കേസിലും വരുന്നത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ്ഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ എക്സിനെ നമ്മൾ മിഡ് വാല്യൂസ് ഓഫ് ദ ക്ലാസ്സസ് ആണ് എടുക്കുന്നത്.
Geometric mean is used to find the average of ratios and percentages. അടുത്തത് ഹാർമോണിക് മീൻ ആണ്. ഹാർമോണിക് മീൻ is defined as the reciprocal of the arithmetic mean of reciprocal of the observations. Okay, harmonic mean in raw data is harmonic mean is small n divided by summation 1 by x. അതാണ് reciprocal of the arithmetic mean of reciprocal of the observations എന്ന് പറയുന്നത്. Harmonic mean in discrete series is capital N divided by summation f divided by x. And harmonic mean in continuous series is also capital N divided by summation f divided by x. ഇവിടെ x എന്ന് പറഞ്ഞാൽ mid values of the classes. Harmonic mean is used to find the average of the speeds. Next is median. Median is the middlemost observation in a data which is arranged in ascending or descending order. Median in raw data, median is equal to n plus 1 by 2th observation when the observations are arranged in ascending or descending order. Median in discrete frequency distribution, median is equal to capital N plus 1 by 2th observation, where capital N is equal to total frequency. Median in continuous frequency distribution, our median കാണാനുള്ള formula is L plus capital N by 2 minus m into c whole divided by f. But L is the lower limit of the median class. Median class means the class containing capital N by 2th observation. Capital N നമുക്ക് അറിയാം is the total frequency. Small m എന്ന് പറയുന്നത് cumulative frequency of the class preceding the median class. And c is the class width of the median class. F is the frequency of the median class. Next is mode. Mode is the most frequently occurring observation in the data. അപ്പോൾ അതുകൊണ്ട് തന്നെ പല കേസുകളിലും മോഡ് ചിലപ്പോൾ എന്താണ് ഇൽ ഡിഫൈൻഡ് ആയിരിക്കും. നമുക്ക് എളുപ്പത്തിൽ മോഡ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാ ഒബ്സർവേഷനും ഒരു പ്രാവശ്യമാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരേപോലെ റിപ്പീറ്റ് ചെയ്യുന്ന ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ മോഡ് വിൽ ബി ഇൽ ഡിഫൈൻഡ്. In such cases, mode can be obtained using the empirical relation between mean, median and mode, which is mean minus mode is equal to 3 times mean minus median. ഇതാണ് empirical relation between mean, median and mode. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് മോഡ് കണ്ടുപിടിക്കാം. ഇൽ ഡിഫൈൻഡ് ആണെങ്കിൽ മാത്രം. മോഡ് is equal to 3 median minus 2 mean. ഇനി നമ്മളിപ്പോൾ റോ ഡാറ്റയിൽ കുഴപ്പമൊന്നുമില്ലാത്ത ഡാറ്റയാണ്. അപ്പോൾ നമ്മൾ റോ ഡാറ്റയിൽ എങ്ങനെയാണ് മോഡ് കണ്ടുപിടിക്കുക? മോഡ് ഇസ് ദ ഒബ്സർവേഷൻ വിച്ച് റിപ്പീറ്റ്സ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്. ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് മോഡ് വിൽ ബി ദ ഒബ്സർവേഷൻ ഹാവിംഗ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. മോഡ് ഇൻ കണ്ടിന്യൂസ് സീരീസ് മോഡ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ഡെൽറ്റ 1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 ഇൻറ്റു സി. ഇൻറ്റു സി എന്നുള്ളത് ന്യൂമറേറ്ററിലായിരിക്കണേ, where L is the lower limit of the model class. Model class means class having the highest frequency. F1 is the frequency of the model class. F0 frequency of the class preceding the model class. F2 is the frequency of the class succeeding the model class. Delta 1 is F1 minus F0. Delta 2 is F1 minus F2. And C is the class width of the model class. Another question, what is a function in R? Describe how to create and use a function in R with an example. In R, functions are reusable blocks of codes that perform specific tasks. A function is an object which contains a series of instructions to perform a specific task. അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ്സ് ആണ്, ബ്ലോക്ക് ഓഫ് കോഡുകളാണ്. അത് ഉപയോഗിച്ചിട്ട് അത് വീണ്ടും വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. ആ ഫംഗ്ഷനെ നമുക്ക് ഓരോ ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വീണ്ടും വിളിച്ച് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്സ് ഓഫ് കോഡിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Functions in R can be inbuilt functions and user defined function. നമുക്ക് ഇൻബിൽഡ് ഫംഗ്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആയിരിക്കാം. Inbuilt functions. R provides numerous inbuilt functions for various tasks such as mathematical operations.
അപ്പം മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആറ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഫങ്ഷൻസാണ് നമ്മൾ പറയുന്നത് ഇൻബിൽറ്റ് ഫങ്ഷൻസ് എന്ന്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള സം ആൻഡ് SQRT എന്ന് പറഞ്ഞ ഫങ്ഷൻ. ഡാറ്റ മാനിപ്പുലേഷൻ ഉപയോഗിക്കുന്നത് മെർജ്, സബ്സെറ്റ്, ട്രാൻസ്ഫോം, C-bind, R-bind എക്സെട്ര. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് ഉപയോഗിക്കുന്നത് മീൻ, VAR വേരിയൻസ്, SD, LM, T.test, COR എക്സെട്ര. ഡാറ്റ വിഷ്വലൈസേഷൻ ഉപയോഗിക്കുന്നത് പ്ലോട്ട്, ഹിസ്റ്റ്, ബോക്സ് പ്ലോട്ട് എക്സെട്ര. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ഇനി ഇതിന് പുറമെ ഇൻബിൽറ്റ് ഫങ്ഷന് പുറമെ യൂസറിന് തന്നെ നമുക്ക് ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാം. അതിനുള്ള കോഡ് നമുക്ക് തന്നെ എഴുതിയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കാം. യൂസേഴ്സ് ക്യാൻ ക്രിയേറ്റ് കസ്റ്റം ഫങ്ഷൻ ടു പെർഫോം സ്പെസിഫിക് ടാസ്ക്. സിൻടാക്സ് ഫങ്ഷൻ നെയിമിലേക്ക് ഞാനൊരു ഫങ്ഷനെ അസൈൻ ചെയ്യുന്നു. ഫങ്ഷൻ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക, ആർഗ്യുമെൻറ്റ് 1, ആർഗ്യുമെൻറ്റ് 2 എക്സെട്ര. എന്നിട്ട് നമ്മളൊരു കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ ഫങ്ഷൻ്റെ ബോഡി, ആ ഫങ്ഷൻ എന്ത് കോഡാണോ പെർഫോം ചെയ്യണത് അതാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതുന്നത്. ഇനി ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം, വിച്ച് ഇസ് ഓപ്ഷണൽ. എന്നിട്ട് നമ്മൾ ആ ഫങ്ഷൻ്റെ ബ്രാക്കറ്റ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ഒരു ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഗ്രീറ്റ് അസൈൻ ചെയ്യുന്നു. ഫങ്ഷൻ നെയിമാണ് ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് പേസ്റ്റ് ഹലോ നെയിം. ഇപ്പോൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷനെ ഞാനിവിടെ വിളിക്കുകയാണ്. ഗ്രീറ്റ് ജോൺ എന്ന് കൊടുത്താൽ ഈ ഫങ്ഷൻ ചെയ്യുന്നത് ഹലോ ജോൺ എന്നുള്ള ഒരു ഔട്ട്പുട്ടാണ് തരുന്നത്. അപ്പോൾ നെയിമിൻ്റെ സ്ഥാനത്ത് എന്ത് വെച്ച് വിളിച്ചാലും ആർഗ്യുമെൻ്റാണ് നമ്മൾ നെയിമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷനിൽ ഏത് നെയിം വെച്ച് വിളിച്ചാലും ഹലോ ദാറ്റ് നെയിം എന്നുള്ള രീതിയിൽ നമ്മുടെ ഫങ്ഷൻ നമുക്ക് റിട്ടേൺ ചെയ്യും. ഇതേമാതിരി മറ്റൊരു ഫങ്ഷൻ PWR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. പവർ എന്നുള്ളൊരു ഫങ്ഷൻ. അതിലേക്ക് ഞാൻ അസൈൻ ചെയ്യുന്നത് ഫങ്ഷൻ A, B. 2 ആർഗ്യുമെൻറ്റ്സ് ആണ് ഞാനതിൽ കൊടുക്കുന്നത്. ആൻഡ് ഫങ്ഷൻ്റെ കോഡ് എഴുതുകയാണ്. അപ്പം നമ്മൾ കേളി ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. P എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ A⁻B ആണ് അസൈൻ ചെയ്യുന്നത്. ദെൻ റിട്ടേൺ P, ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഫങ്ഷനിലേക്ക് PWR എന്ന് പറഞ്ഞ ഫങ്ഷനിലേക്ക് ഞാൻ 2 ആർഗ്യുമെൻറ്റ്സ് ഇവിടെ കൊടുക്കുകയാണ്. അതിനെ ഞാൻ കോൾ ചെയ്യാണ് PWR 2,5. അപ്പം A, B എന്ന് കൊടുത്താൽ A⁻B ചെയ്യും. അപ്പോൾ 2,5 എന്ന് കൊടുത്താൽ 2⁻5 ആണ് ചെയ്യുന്നത്. അതിൻ്റെ ആൻസർ റിട്ടേൺ ചെയ്യുന്നു 32. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ചെയ്യുന്നത്.